കർത്താവിൻ്റെ നിസ്തുല്യ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല സമയത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം ഈ കാലഘട്ടത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് പഠിക്കാനുണ്ട്. തൻ്റെ ജീവിതത്തിൽ താൻ പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങളാണ് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് നമുക്കറിയാം. താൻ പ്രതീക്ഷിച്ചില്ല എന്ന് മുഴുവനുമായി പറയാൻ കഴിയത്തില്ല. കാരണം പ്രവാസത്തിലേക്ക് യഹൂദ കടന്നു പോകുമെന്നൊക്കെയുള്ള കാര്യം പ്രവാചകന്മാരിൽ കൂടെ മുന്നറിയിച്ചതാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു കാര്യം സംഭവിക്കുമ്പോൾ പ്രതീക്ഷിച്ചിട്ടോ അപ്രതീക്ഷിതമായോ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ വല്ലാതെ കുലുക്കിക്കളയും. ഇവിടെ ദാനിയേലിൻ്റെ ജീവിതത്തിൽ താൻ പ്രവാസത്തിലേക്ക് തൻ്റെ സ്നേഹിതരോടുകൂടെ പല യഹൂദന്മാരോടുകൂടെ പ്രവാസത്തിലേക്ക് നെബൂഖദ്നേസർ കൊണ്ടുവന്നു എന്ന് നമുക്കറിയാം. തൻ്റെ ആ പ്രവാസ ജീവിതം നമ്മൾ നോക്കുമ്പോൾ വലിയ മാറ്റങ്ങൾ തൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ ഇടയായിത്തീർന്നു ഈ രാജാവ്. വളരെ കഴിവുള്ള യൗവനക്കാരെ തിരഞ്ഞെടുത്ത് തൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ രാജാവ് തിരഞ്ഞെടുത്ത യഹൂദ ബാലന്മാരെ, ഈ യൗവനക്കാരെ അവരുടെ പേര് മാറ്റി, അവരുടെ സംസ്കാരം, അവരുടെ ഭാഷ എല്ലാം മാറ്റി, അവരുടെ ആഹാര രീതികളെല്ലാം നീക്കി ബാബിലോണിയൻ കൾച്ചറിലേക്ക് അവരെ കൊണ്ടുവന്ന് അവരുടെ രാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാനാണ് ഉദ്ദേശം. എന്നാൽ അത് നിലനിൽക്കെ തന്നെ രാജാവിൻ്റെ മറ്റൊരു ഉദ്ദേശം യഹോവയായ ദൈവത്തെക്കുറിച്ചുള്ള സകല ചിന്തയും സകല ഓർമ്മയും ഈ ബാലന്മാരുടെ ഉള്ളിൽ നിന്ന് നീക്കണം. അതിനുവേണ്ടി ഭാഷ, ലിറ്ററേച്ചർ, അവരുടെ പഠിപ്പിക്കൽ, അവരുടെ വസ്ത്രധാരണ, അവരുടെ ആഹാര രീതികൾ എല്ലാത്തിലും മാറ്റങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ പിശാചാകുന്നവൻ എല്ലാ കാലഘട്ടത്തിലും ചെയ്യുന്ന ഒരു കാര്യമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇന്ന് നമ്മൾ കാണുന്ന ആത്മീക സമൂഹത്തിൽ വരുന്ന മാറ്റങ്ങൾ, ഞാൻ ഉദ്ദേശിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹപ്പെട്ട കാര്യമാണ്, വേണ്ട കാര്യങ്ങളാണ്. എന്നാൽ നമ്മളെ ഏൽപ്പിച്ചു തന്ന തിരുവചനത്തിൽ നിന്ന്, ഉപദേശത്തിൽ നിന്ന്, ആത്മീക സത്യത്തിൽ നിന്ന് മാറിപ്പോകുന്നത് പാപമാണ്. അത് ദൈവഹിതമില്ലാത്തതാണ്. ആ മാറ്റങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. അപ്പോൾ ഈ ദാനിയേലിനെ പോലുള്ള യൗവനക്കാരെ ഇങ്ങനെ കൊണ്ടുവന്ന് യഹോവയുടെ പേര്, യഹോവയുടെ ആ ഓർമ്മ തന്നെ അവർ മനസ്സിൽ നിന്ന് നീക്കിക്കളയുക എന്നാണ് പിശാച് അന്നും ഇന്നും ഏത് കാലഘട്ടത്തിലും ആഗ്രഹിക്കുന്നത്. അതിന് നമ്മളെ എങ്ങനെയെങ്കിലും ആ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ ആ മാറ്റങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് പൂർണ്ണമായി ദൈവത്തിൽ നിന്ന്, ജീവനുള്ള ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയുക. എന്നാൽ ഈ വലിയ ടെംപ്റ്റേഷൻ്റെ മധ്യത്തിൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ദാനിയേലിൻ്റെ സഹോദരങ്ങളെ, കൂട്ടുകാരെ എരിയുന്ന തീച്ചൂളയിൽ കൊണ്ടിട്ടു. അതൊരു ടെംപ്റ്റേഷനാണ്. അത് വലിയ തീച്ചൂളയാണ്. അത് ശാരീരികമായി നടക്കുന്നൊരു കാര്യമാണെങ്കിൽ ഇവിടെ ഈ നടക്കുന്ന കാര്യം മനസ്സിൽ നിന്ന് തന്നെ, ഓർമ്മയിൽ നിന്ന് തന്നെ, ചിന്തയിൽ നിന്ന് തന്നെ യഹോവയായ ദൈവത്തെ, ജീവനുള്ള ദൈവത്തെ മറന്നു പോകുവാനുള്ള ഒരു ടെംപ്റ്റേഷനാണ്. അല്ല, അതിൻ്റെ മധ്യത്തിൽ ദാനിയേൽ മാറുന്നില്ല. ഇത്രയെല്ലാം കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ നടന്നിട്ടും, വലിയ ടെംപ്റ്റേഷൻ തൻ്റെ ജീവിതത്തിൽ നടന്നിട്ടും, പല രാജാക്കന്മാർ വന്നു പോയി, എന്നാലും ദാനിയേൽ മാറാതെ നിൽക്കുകയാണ്. എന്താണ് അതിൻ്റെ
രഹസ്യം, അതിൻ്റെ കാരണം എന്താണ്? ഈ ദാനിയേലിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ താൻ പ്രാർത്ഥിക്കുന്നൊരു മനുഷ്യനായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിൽ യാതൊരു സംശയമില്ല. എന്നാൽ അതിനു മുമ്പ് ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ താൻ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് അതിൻ്റെ 2-ാം വാക്യം അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, Daniel observed in the books the number of the years which was revealed as the word of the Lord to Jeremiah the prophet for the completion of the desolations of Jerusalem, namely 70 years. So I gave my attention to the Lord God to seek him by prayer and supplications. ഇവിടെ പ്രിയ ദൈവമക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തന്നെ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിച്ചത് 2-ാം വാക്യം ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. The word of the Lord which was revealed to Jeremiah. ദൈവവചനം ആയിരുന്നു തന്നെ പ്രേരിപ്പിച്ചത് പ്രാർത്ഥിക്കാൻ. ഇപ്പം മാറുന്ന ഈ ലോകത്ത് മാറാൻ വേണ്ടിയുള്ള ടെംപ്റ്റേഷൻ മുമ്പിൽ നിൽക്കുമ്പോൾ മാറാതെ നിൽക്കുവാൻ ഉള്ള പ്രേരണ ദാനിയേലിന് കിട്ടിയത് എവിടെ നിന്നാണ്? തിരുവചനത്തിൽ നിന്നും. The scripture was his guiding post. ഈ വചനം മാറുന്നില്ല പ്രിയരെ. രാജാക്കന്മാർ മാറും, സംസ്കാരങ്ങൾ മാറും, രീതികൾ മാറും, ഇന്നത്തെ ആത്മീക സമൂഹത്തിൻ്റെ മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയുമ്പോൾ ഇതിൻ്റെ എല്ലാ മധ്യത്തിൽ ദൈവത്തിൻ്റെ വചനം മാറുന്നില്ല, കോംപ്രമൈസ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ദൈവത്തിൻ്റെ വചനമായിരിക്കണം എൻ്റെയും നിങ്ങളുടെയും ഗൈഡിങ് പോസ്റ്റ്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ വചനം, ആ വചനത്തിലേക്ക് നമ്മുടെ ജീവിതം അടിസ്ഥാനപ്പെട്ട് കടന്നു കൊണ്ടുവരേണ്ടത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. അത് സംഭവിക്കാത്തിടത്തോളം ഈ മാറുന്ന ലോകത്തിലേക്ക് നാമും പതുക്കെ പതുക്കെ മാറിപ്പോകും എന്നതിൽ യാതൊരു സംശയമില്ല. അപ്പം ദാനിയേൽ പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, he was a man of scriptures. He knew God's word. He knew what God has promised through the prophets. ആ കാലഘട്ടത്തിലെ വ്യക്തികളൊന്നും ജെറമിയാവിൻ്റെ പ്രവചനമൊന്നും വിശ്വസിച്ചില്ല. പക്ഷേ ദാനിയേൽ ദൈവത്തിൻ്റെ വചനം, പ്രവാചകൻ പറഞ്ഞ ആ ദൂത്, ദൈവത്തിൻ്റെ വെളിപ്പാടിനെ വിശ്വസിച്ചു. അത് ദൈവത്തിൽ നിന്നുള്ള വചനമാണെന്ന് വിശ്വസിച്ചു. അത് നിവർത്തിക്കാൻ ദൈവത്തിന് കഴിയും എന്ന് താൻ വിശ്വസിച്ചു. ദൈവവചനത്തെ ശരിക്കും മനസ്സിലാക്കിയതുകൊണ്ടാണ് തൻ്റെ പ്രാർത്ഥന മുമ്പോട്ട് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വചനമെടുത്ത് ക്ലെയിം ചെയ്താലല്ല ദൈവപ്രവൃത്തി ഉണ്ടാകുന്നത്. പ്രത്യുത ഈ വചനം അനുസരിച്ച് പ്രാർത്ഥിച്ച് ഈ വചനം പറയുന്നത് പോലുള്ളൊരു മാനസാന്തരം ജീവിതത്തിലുണ്ടെങ്കിൽ മാത്രമേ ദൈവപ്രസാദമുണ്ടാകുകയുള്ളൂ എന്ന് തനിക്ക് മനസ്സിലായി. അപ്പോൾ തിരുവചനത്തിൽ ആയിരുന്നു തൻ്റെ അടിസ്ഥാനം. ആ തിരുവചനത്തിൻ്റെ ആധാരത്തിലായിരുന്നു താൻ പ്രാർത്ഥിച്ചതും. ഇപ്പോൾ തിരുവചനത്തിൽ കൂടെ ഈ ദൈവത്തെ താൻ ആഴമായി പ്രവാസത്തിൽ അറിയുവാനും മനസ്സിലാക്കുവാനും ഇടയായി തീർന്നു. അതുകൊണ്ട് മാറാൻ കഴിയുന്ന ടെംപ്റ്റേഷൻസ്, തന്നെ മുഴുവനുമായി മാറ്റാൻ കഴിയുന്ന ടെംപ്റ്റേഷൻസ് തൻ്റെ മുമ്പിൽ വന്നിട്ട് പോലും ഗോഡ്സ് വേർഡ് ഗൈഡഡ് ഹിം. ദൈവത്തിൻ്റെ വചനം തന്നെ മുൻപോട്ട് നയിക്കുകയും ഈ ദൈവമാരാ എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഉറച്ചു നിൽക്കാനിടയായി തീർന്നത്. മാറുന്ന ലോകത്തിലേക്ക്, മാറുന്ന ക്രിസ്തീയ സമൂഹത്തിന് മധ്യത്തിൽ മാറാത്ത ദൈവത്തിൻ്റെ, മാറാത്ത വചനത്തെ, മാറാത്ത ക്രിസ്തുവിനെ ആശ്രയിച്ച് അടിസ്ഥാനമിട്ട് ഉറച്ച് ജീവിക്കുന്നൊരു ദൈവ പൈതൽ
ഭയപ്പെടുവാനൊന്നുമില്ല. ദൈവവചനം 1, 2 പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൻ്റെ പ്രാർത്ഥന കേവലം ദൈവത്തോട് പറയുന്ന ചില വിഷ്ഫുൾ തിങ്കിങ്ങിൽ വരുന്ന ഒരു പ്രാർത്ഥനയല്ല. അല്ല വചനം എടുത്തിട്ട് ഏറ്റുപറഞ്ഞ് അവകാശത്തോടെ പ്രാർത്ഥിച്ച് ചില കാര്യങ്ങൾ നേടണം എന്നുള്ള ഉദ്ദേശത്തിലുമല്ല. തിരുവചനപ്രകാരമാണ് താൻ പ്രാർത്ഥിക്കുന്നത്. 9-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ കഴിയും ഒരു മാനസാന്തരം. ഹൃദയം തകർന്ന് ദൈവസന്നിധിയിലേക്ക് പാപങ്ങളെ ഏറ്റുപറഞ്ഞു വരുന്ന പ്രാർത്ഥന. ദൈവമാരാ എന്നുള്ള കാര്യം അത് വ്യക്തമായി ആ പ്രാർത്ഥനയിൽ കൂടെ താൻ പ്രാർത്ഥിക്കുകയാണ്. ഗോഡ് ഈസ് സോവറൈൻ, പരമാധികാരിയായ ദൈവമാണ്. അപ്പോൾ പാപങ്ങളെ ക്ഷമിക്കുന്ന ദൈവം കൂടെയാണ്, യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവം കൂടെയാണ്. അപ്പോൾ പ്രിയരെ, മാറുന്ന ഈ തിരമാലകൾ, നമ്മളെ ഒഴുക്കി കൊണ്ടുപോകുന്ന ഈ തിരമാലകളുടെ മധ്യത്തിൽ മാറാതെ നിൽക്കണമെങ്കിൽ ലെറ്റ് ഗോഡ്സ് വേർഡ് ബി അവർ ഗൈഡിങ് പോസ്റ്റ്. ലെറ്റ് പ്രയർ ആൻഡ് സപ്ലിക്കേഷൻസ് കം ബിഫോർ ദ ലോർഡ്. തിരുവചനത്തിൻ പ്രകാരം പ്രാർത്ഥിക്കുവാൻ ദൈവം നമുക്കെല്ലാവർക്കും കൃപ നൽകട്ടെ. മേ ദ ലോർഡ് ഗിവ് us grace to stand firm till the end. God bless you.